ഇന്നത്തെ എപ്പിസോഡിൽ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തെ കണ്ടെത്താനായുള്ള ഈ യാത്രയിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ അഭിമാനമായ മലയാള സിനിമയുടെ അഭിമാനമായ അദ്ദേഹത്തിന്റെ പേര് മാത്രമല്ലാതെ മറ്റൊരു ആമുഖവും ആവശ്യമില്ലാത്ത മലയാളത്തിന്റെ ആ മഹാനടൻ ശ്രീ മമ്മൂട്ടി. മമ്മൂട്ടി എന്ന നടന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായിരുന്ന ചിത്രമായിരുന്നു MT ഹരിഹരൻ ടീമിന്റെ ഒരു വടക്കൻ വീരഗാഥ. ചതിയൻ ചന്തുവെന്ന വടക്കൻ പാട്ടുകളിൽ പ്രസ്താവിക്കുന്ന ചന്തുവിനെ നായക പദവിയിലേക്ക് ഉയർത്തുന്ന ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ അനശ്വരനാവാൻ മമ്മൂട്ടിക്ക് സാധിച്ചു. കൂടാതെ കെ മധുവിന്റെ ജാഗ്രത, ഒരു CBI ഡയറിക്കുറിപ്പ് തുടങ്ങിയ ചിത്രങ്ങളിലെ സേതുരാമയ്യർ എന്ന കഥാപാത്രവും ഹിറ്റായി മാറി. കൂടാതെ സുരേഷ് ബാബുവിന്റെ കോട്ടയം കുഞ്ഞച്ചൻ, ഭരതന്റെ അമരം, കൊച്ചിൻ ഹനീഫയുടെ വാത്സല്യം, ഫാസിലിന്റെ പപ്പയുടെ സ്വന്തം അപ്പൂസ്, ജോഷിയുടെ ധ്രുവം തുടങ്ങി നിരവധി കൊമേഴ്സ്യൽ ഹിറ്റുകൾ ഈ നായകനിലൂടെ പുറത്തുവന്നു. ഇതിൽ പലതും നടനെന്ന നിലയ്ക്കും ഇദ്ദേഹത്തിന്റെ മാറ്റുകൂട്ടി. 90കളുടെ പകുതി കഴിഞ്ഞപ്പോൾ ഷാജി കൈലാസിന്റെ ദി കിങ്, കമലിന്റെ മഴയത്തു മുൻപേ, അഴകിയ രാവണൻ, ഹരികുമാറിന്റെ സുകൃതം തുടങ്ങിയ ചിത്രങ്ങളിലൂടെയും മമ്മൂട്ടി തന്റെ സ്ഥാനം ഉറപ്പിച്ചു. ഇതിനു പുറമെ 2000-ൽ ഷാജി കൈലാസിന്റെ നരസിംഹം എന്ന മോഹൻലാൽ ചിത്രത്തിൽ അതിഥി താരമായിട്ടെത്താനും മമ്മൂട്ടി തയ്യാറായി. ഇങ്ങനെ താരം, നടൻ എന്നീ നിലകളിൽ അപരാജിതനായി നിലകൊള്ളാൻ ഇക്കാലയളവിലും മമ്മൂട്ടിക്ക് സാധിച്ചു. മമ്മൂട്ടി സാറിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡ് നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷെ ആ ഒരു എപ്പിസോഡ് മതിയാവോ? അദ്ദേഹം കഴിഞ്ഞ 3 ദശകങ്ങളായി മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, അദ്ദേഹത്തിന്റെ ശക്തമായ കഥാപാത്രങ്ങൾ, ഇതെല്ലാം സംസാരിച്ച് തീർക്കുവാൻ തീർച്ചയായും ഒരു എപ്പിസോഡ് മതിയാവില്ല. അതുകൊണ്ട് തന്നെ 3 എപ്പിസോഡുകളായി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ 1990കളിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിലെ പെർമനന്റ് പാനലുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്ന്. നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ സിബി മലയിലും, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശബ്ദം, ദ വെരി ടാലന്റഡ് ആൻഡ് റിനൗൺഡ് ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ഭാഗ്യചേച്ചിയും സിബി സാറും ഉണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംവിധായകരിൽ ഒരാൾ തന്നെയാണ്. അദ്ദേഹം മറ്റാരുമല്ല, കുടുംബ ചിത്രങ്ങളും പ്രണയ ചിത്രങ്ങളും ഒരുപാട് റിയലിസ്റ്റിക് ആയ മൂവീസും ഒക്കെ നമുക്ക് സമ്മാനിച്ച് കേരള ജനതയുടെ സിനിമാ പ്രേക്ഷകരുടെ ഹൃദയം തൊട്ടറിഞ്ഞ സംവിധായകൻ. ലെറ്റ്സ് വെൽക്കം ശ്രീ കമൽ. കമൽ സാറാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. അപ്പം ഇന്ന് മമ്മൂക്കയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കമൽ സാറും സിബി സാറും ഭാഗ്യചേച്ചിയുമായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. കമൽ സാർ, നമുക്ക് 90s കടക്കാം. ഇതിൽ 90s ആരംഭിച്ചത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് ടച്ചിങ് ഫിലിംസിലൂടെയാണ്. അമരം അത്തരത്തിലുള്ള ഒരു ഫിലിമായിരുന്നു ഭരതൻ സാറിന്റെ. അതിലെ ആ ഒരു ഭാഷയും ആ ഒരു ഇന്നസെന്റ് ആയ ഒരു ആള്, ഒരുപാട് സിറ്റി ലൈഫ് ഒന്നും അങ്ങനെ ഒരു എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത ഒരു വളരെ നിഷ്കളങ്കനായ ഒരു അച്ഛൻ. അപ്പം അങ്ങനെ ഒരു കഥാപാത്രം ഒരിക്കലും മലയാളികൾക്ക് ഒരു തലമുറയ്ക്കും മറക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ്. കമൽ സാർ ഒരു സംവിധായകൻ എന്ന രീതിയിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട താരം മമ്മൂട്ടി ആവണമെങ്കിൽ അതിൽ അമരം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിന് എത്രമാത്രം കോൺട്രിബ്യൂഷൻ ഉണ്ട്? മമ്മൂട്ടിയുടെ അഭിനയ ജീവിതം നോക്കിയാൽ, ഈ 3 ദശകം നോക്കിയാൽ തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് അച്ചുട്ടി. യാതൊരു സംശയവും. ഇപ്പോൾ വാറുണ്ണിയെ കുറിച്ച് പറഞ്ഞു. അതിൽ നിന്ന് മറ്റൊരു രീതിയിലുള്ള രൂപപകർച്ചയാണ് അച്ചുട്ടിയിലെത്തുമ്പോൾ, ഈ അമരത്തിൽ എത്തുമ്പോൾ മമ്മൂട്ടി. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ഇന്ന് നമ്മുടെ തലമുറ മമ്മൂട്ടിയെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഭാഷകൾ അതിമനോഹരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി. തിരുവനന്തപുരം ഭാഷ, ഇപ്പൊ പ്രാഞ്ചിയേട്ടനില് തൃശ്ശൂർ ഭാഷ, അങ്ങനെ പല രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു തുടക്കം തന്നെയായിരിക്കാം ചിലപ്പോൾ അമരത്തിലെ ഈ കടപ്പുറത്തുകാരുടെ ആ തനത് ഭാഷ അദ്ദേഹം അതിമനോഹരമായിട്ട് ആ സിനിമയിൽ, അദ്ദേഹം മാത്രമല്ല ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അങ്ങനെ, മുരളിയൊക്കെ തന്നെ അങ്ങനെയായിരുന്നു. പക്ഷെ മമ്മൂട്ടി അത് അവതരിപ്പിക്കുമ്പോൾ അതിന് വളരെയധികം ഒരു സ്വാഭാവികത ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങളോടൊപ്പം തന്നെ ആ സംഭാഷണ ശൈലി, ആ കഥാപാത്രം ഒരു കടപ്പുറത്തെ ഒരു അരയനാണെന്ന് നമ്മളെ 100% ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം ആ സിനിമയിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു നടന് വേണ്ട ഏറ്റവും വലിയൊരു യോഗ്യത അത് തന്നെയാണ് തോന്നുന്നത്. ആ കഥാപാത്രത്തിന്റെ വേഷം ധരിച്ചു കഴിഞ്ഞാൽ നടൻ ഇല്ലാതാകുകയും ഒപ്പം കഥാപാത്രമായി മാറുന്നതിനോടൊപ്പം തന്നെ ആ കഥാപാത്രത്തിന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറയുന്നത് ഒരു നടന്റെ ഏറ്റവും വലിയൊരു സിദ്ധിയാണ്.
അവിടെ ക്യാമറ ഒരുപക്ഷെ ഉണ്ടാവില്ല, ടെക്നീഷ്യൻസ് എല്ലാവരും ഉണ്ടാവില്ല. അച്ചുട്ടിയായി മാറുന്ന ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് ആ സിനിമയിൽ കാണാൻ കഴിയും. കമൽ സാറിനോടൊപ്പം 1990-കളിൽ അഭിനയിച്ച വളരെ നല്ലൊരു സിനിമയായിരുന്നു മഴയത്ത് മുൻപേ എന്നുള്ള സിനിമ. അതിൽ വളരെ ഗ്ലാമറസ് ആയ ഒരു പ്രൊഫസർ എന്ന് വെച്ചാൽ അന്നത്തെ സ്റ്റുഡൻസ് എല്ലാവരും ക്ലാസ് കട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് പോലും ആ ക്ലാസ് കെമിസ്ട്രി ക്ലാസ് മാത്രം കട്ട് ചെയ്യത്തില്ല, അത്രയും നല്ലൊരു പ്രൊഫസർ. പക്ഷെ ആ ഒരു വളരെ ഗ്ലാമറസ് ആയ പ്രൊഫസറിനും ബാക്ക് ഇൻ ദി വില്ലേജ് ഒരു നല്ലൊരു ഒരു കാമുകിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിലും ഒരു വളരെ സെന്റിമെന്റൽ സീൻസും ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പം മമ്മൂട്ടി സാറിനെ വെച്ച് അഭിനയിപ്പിച്ചപ്പോൾ ആ സിനിമയിൽ എങ്ങനെയായിരുന്നു ഒരു സംവിധായകൻ രീതിയിൽ എങ്ങനെയാ അഭിനയത്തെ വിലയിരുത്തിയത്? എന്നെ സംബന്ധിച്ചോളം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയ കാലത്ത് മമ്മൂക്ക അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റേജസും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഞാനൊരു സിനിമയിൽ മമ്മൂട്ടിയെ അവതരിപ്പിക്കാൻ വളരെ ലേറ്റ് ആയി എന്നുള്ള ഒരു സത്യമുണ്ട്. ഞാൻ ആദ്യകാലത്തൊക്കെ മോഹൻലാലായിരുന്നു എന്റെ സിനിമകളിൽ കൂടുതലുണ്ടായിരുന്നത്. മഴയത്തുമ്പ് അഴകിരാവണൻ 1990-കളിൽ വന്നിട്ടുള്ള സിനിമകൾ. മഴയത്തുമ്പ് സത്യത്തിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം 2 നായികമാരുടെ കൂടെ അഭിനയിക്കുന്ന ഒരു നായകൻ എന്നുള്ളതിൽ ഉപരിയായിട്ട് ഈ സിനിമയിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല മമ്മൂട്ടി ആ സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് ഞാൻ ഡയറക്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രം പുള്ളീനെ എന്താ പറയുക സ്വാധീനിക്കുകയും പുള്ളിയെ നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും മമ്മൂട്ടിയെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഒരു തകരാറ്, ഈ പാട്ട് സീനിൽ അഭിനയിക്കാൻ പുള്ളിക്ക് അത്ര ഇത് വൈദഗ്ധ്യം പോരാ എന്നുള്ള രീതിയിലൊരു പരാതി എല്ലാവരും പറയുമായിരുന്നു. ഈ പ്രത്യേകിച്ച് ലവ് സീനൊക്കെ അഭിനയിക്കുമ്പോൾ ഈ പാട്ടിൽ ഇപ്പോൾ പലപ്പോഴും ഇറിറ്റേറ്റഡ് ആവുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല സിനിമകളിലൊക്കെ പാട്ട് സീനിലേക്ക് അഭിനയിക്കുമ്പോൾ. പക്ഷെ മഴയത്തുമ്പയിൽ വന്നപ്പോൾ എന്തിനു വേറൊരു സൂര്യ എന്നുള്ള പാട്ടില് അദ്ദേഹം വളരെ റൊമാൻറ്റിക് ആയിട്ട് ഒരു കാമുകന്റെ എല്ലാ ഭാവ സൗന്ദര്യത്തോടു കൂടി അദ്ദേഹം ആ സിനിമയിൽ ആ പാട്ടും അത്ര മനോഹരമായി ഞാനിപ്പോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് എന്ത് ഒരു കാമുകന്റെ കാമുകന്റെ സ്ഥാനത്ത് അപ്പൊ അത് ആ സിനിമയിലെ ഒരു പ്രത്യേകതയായിരുന്നു. പിന്നെ എനിക്ക് പക്ഷെ കൂടുതൽ പറയാൻ ഇഷ്ടം അഴകരാവണനെ കുറിച്ചാണ്. അഴകരാവണനില് ആ സിനിമയിൽ നമുക്ക് വരുമ്പോ പല ആൾക്കാരും ആ സിനിമ റിലീസ് ചെയ്തപ്പോഴും ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട് എന്നെ ശ്രീനിവാസന്റെ. ഈ കഥാപാത്രത്തെ മമ്മൂട്ടിയെ അത് മോഹൻലാൽ അഭിനയിക്കുന്ന റോളല്ലേ, മോഹൻലാലാണ് അന്ന് ഈ കോമഡിയും കാര്യങ്ങളും നമ്മൾ പറയുന്ന രീതിയിലുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്. മമ്മൂട്ടി അത്തരം റോളുകൾക്ക് പറ്റില്ല എന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അഴകരാവണിൽ മമ്മൂട്ടി അഭിനയിക്കാൻ വന്നത്. അപ്പൊ അത് അദ്ദേഹത്തിനും ആദ്യമൊക്കെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ തുടങ്ങിയ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ ക്യാരക്ടർ ആവാനായിട്ട് പിന്നീട് എങ്ങനെയാണ് ഇത്ര കോൺഫിഡൻസോടെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നപ്പോൾ സാറിന് എങ്ങനെയാ ഒരു ധൈര്യം? അത് ഞാനും ശ്രീനിയും കൂടി ആലോചിച്ചപ്പോ മോഹൻലാൽ ചെയ്താൽ സാധാരണമായി പോകും. കാരണം ഒരുപക്ഷെ ലാലിന് അത് അനായാസമായിട്ട് ചെയ്യാൻ കഴിയും. ആ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ക്യാരക്ടർ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. സീരിയസ്നെസ്സിലാണ് കോമഡി ആയിരിക്കുന്നത്. കഥാപാത്രം അത്രയും എന്ത് ഒരു ആ നിലവാരത്തിൽ തന്നെ നിൽക്കുന്ന ആളാണ്. അയാൾക്ക് അതിനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ അതിനുള്ള വിവരമേ ഉള്ളൂ. കാശുണ്ടായത് മാത്രമേ ഉള്ളൂ കഥാപാത്രം. അത് മമ്മൂക്ക തന്നെ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണത്. ഇപ്പൊ എന്താ വെച്ചാൽ രാജമാണിക്കൊക്കെ വന്നതിന് ശേഷം അത്തരം സിനിമകൾ വളരെയധികം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇപ്പുണ്ട്. അന്ന് പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഒരു തുടക്കം. മമ്മൂട്ടി പിന്നീട് ചെയ്ത ഹ്യൂമറസ് ക്യാരക്ടേഴ്സിന്റെ ഒരു തുടക്കം തന്നെയാണ്. കാരണം അതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടില്ല. ഒരുപാട് ഏട്ടൻ വേഷങ്ങൾ വളരെ നന്നായി ചെയ്തിട്ടുള്ള ഒരാളാണ്. അതാണ് ആ വേഴ്സിറ്റാലിറ്റി. IAS ഓഫീസറായിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ പൊന്തന്മാടയിലൊക്കെ വളരെ വളരെ മെന്റലി ചലഞ്ച്ഡ് ആയ വേഷങ്ങളും ഈ പറഞ്ഞ പോലെ പൊങ്ങച്ചക്കാരന്റെ വേഷവും അതേപോലെ തന്നെ ഒരു വീട്ടിലെ പ്രാരാബ്ദങ്ങളൊക്കെ നോക്കുന്ന ഒരു ഏട്ടന്റെ വേഷം, വാത്സല്യം, വല്യേട്ടൻ, ഹിറ്റ്ലർ, ഇതുപോലെ ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഈ വാത്സല്യത്തിലെ ഒരു തനി നാടനായ ഗ്രാമീണനായ നിഷ്കളങ്കനായ അതേ ചേട്ടൻ തന്നെയാണ് ഹിറ്റ്ലറിൽ വേറൊരു രൂപത്തിൽ. അയാൾ ഭയങ്കര കാർക്കശ്യക്കാരനായൊരു ചേട്ടൻ. അതെ അതെ ശരിയാണ്. രണ്ടും വാത്സല്യവും സ്നേഹവും ഇഷ്ടവും ഒക്കെ തന്നെയാണ് ഈ കഥാപാത്രത്തിന്റെ മനസ്സിലുള്ളത്. പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതിയിൽ 2 രീതിയിലാണ് അതിനെ പ്രകടിപ്പിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് സുഹൃതം എന്നൊരു സിനിമ. ശരിക്കും MD സാറിന്റെ വളരെ ശക്തമായൊരു കഥാപാത്രമാണ്. കാരണം മരണത്തിന് മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം സ്വന്തം കൺമുമ്പിൽ തന്നെ ഭാര്യയൊക്കെ കൈവിട്ടു പോകുന്നതൊക്കെ അറിയാന്ന് പറയുന്നത് തിരിച്ച് ജീവിതത്തിലേക്ക് MD സാറിന്റെ ആത്മാവിഷ്കാരം എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്ന ഒരു കഥാപാത്രം കൂടിയായിരുന്നു അത്. ജസ്റ്റ് അപ്പൊ ആ കഥാപാത്രത്തിന്റെ ഒരു ധർമ്മസങ്കടം പുള്ളി വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. പക്ഷെ പിന്നീട് തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോ നേരത്തെ ഉണ്ടായിരുന്നവരാരും ആ ഒരു വെൽക്കമിങ് അല്ലാത്ത ഒരു കാരണം മരണമായിരുന്നു നല്ലതെന്ന് ചിന്തിക്കുന്ന ബന്ധുക്കളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഇദ്ദേഹത്തിന്റെ ഒരു അതുകൊണ്ടാണ് അവസാന കഥാപാത്രം ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ. പിന്നീട് ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞ സിനിമ ആ കാലഘട്ടത്തിൽ ചെയ്തതാണ്. അതില്
പട്ടാളത്തിലൊക്കെ പോയി കാലിന് സ്വാധീനം കുറവുണ്ട്, പരിക്ക് പറ്റി ചട്ടായിട്ടാണ് അത് പടത്തിൽ മുഴുവൻ അത് മെയിൻറ്റെയിൻ ചെയ്യും. ത്രൂ ഔട്ട് സീരിയസ് സീനുകളിലായാലും ആദ്യമൊക്കെ ആൾക്കാരെ തമാശയായി കാണുമെങ്കിലും പതുക്കെ പതുക്കെ സീരിയസ് സീനുകളിലും അത് വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ആ ഒരു അംഗവൈകല്യം എന്ന് പറയുന്നത്. പിന്നെ വളരെ നമ്മൾ ഒരുപക്ഷെ വളരെ സൂക്ഷ്മമായ ഒരു അഭിനയം മമ്മൂട്ടി കാഴ്ചവെച്ച ചിത്രമാണ് ഭൂതക്കണ്ണാടി. ഭൂതക്കണ്ണാടിയിൽ അതിസൂക്ഷ്മമായ കാരണം ആ കഥാപാത്രം അത്രമാത്രം വളരെ എന്താണ് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ കഥാപാത്രമാണ്. അതിനെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യാൻ കഴിഞ്ഞു. അതിനും എല്ലാം ഇതൊക്കെ മമ്മൂട്ടിക്ക് അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത ഒരു കാലഘട്ടം. 90കളുടെ മൊത്തം കണക്കെടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്വർണ്ണ വർഷമായിരുന്നു എന്ന് തോന്നുന്നു. കാലഘട്ടം മികച്ച കഥാപാത്രങ്ങളും ഹിറ്റ് സിനിമകളും. കമല് പറഞ്ഞ പോലെ 80കളിലൊക്കെ മമ്മൂട്ടി അഭിനയിക്കുന്ന സ്വയം രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ഒരു ആക്ടർ എന്ന നിലയിൽ തന്നെ രൂപപ്പെടുത്തിയെടുക്കുകയും അതാണ് 80കളുടെ അവസാനത്തിലാണ് മമ്മൂട്ടിയുടെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയാവുന്ന ഇപ്പൊ തനിയാവർത്തനം അല്ലെങ്കിൽ വടക്കൻ വീര ഇതൊക്കെ വരുന്നത്. അപ്പോഴത്തേക്ക് മമ്മൂട്ടി ഒരു വളരെ എന്താണ് സീസൺഡ് ആക്ടറായി കഴിഞ്ഞിരുന്നു. എന്തായാലും കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ മമ്മൂട്ടി സാറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ടെന്ന് ഞങ്ങൾ തന്നെ ഇങ്ങനെ പറയായിരുന്നു. ഇങ്ങനെ ഇവർക്ക് 3 പേർക്കും ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്, ഇനിയും ഒരുപാട് പറയാനിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്കിത് തീർക്കാൻ പറ്റില്ല. കേരളം ആരാധിക്കുന്ന മമ്മൂട്ടി എന്ന നടനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക് ഇവാലുവേഷൻ ഉള്ള സമയമാണ് ഇനി. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ഹിസ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളുടെ ഒരു കാലം കഴിയുന്നത് മോഹൻലാൽ നായക പദവിയിലേക്ക് ഉയർന്നതോടെയാണ്. മോഹൻലാൽ നായക പദവിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പ്രതിനായക സ്വഭാവമുള്ള നായകന്മാരെയാണ് തുടക്കത്തിൽ അവതരിപ്പിച്ചത്. കുറച്ച് തമാശ, അതിനേക്കാൾ കൂടുതൽ ഒരു വില്ലത്തരം, ഇതൊക്കെയുള്ള കഥാപാത്രങ്ങളെ. സാഹസികതയുടെ ആൾരൂപമായിരുന്ന ജയൻ അപ്പോഴേക്ക് മൺമറഞ്ഞു കഴിഞ്ഞിരുന്നു. ആ ജയന്റെ ഒരു ആരാധകരുടെ കൂടെ പിൻബലം ലാലിന് കിട്ടി. കാരണം ലാൽ അത്തരം സാഹസിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയായിരുന്നു. ഈ സമയത്ത് മമ്മൂട്ടി അതിന്റെ എതിർധ്രുവത്തിലേക്കാണ് സഞ്ചരിച്ചത്. അപ്പം മമ്മൂട്ടി കൂടുതൽ കുടുംബ ചിത്രങ്ങളിൽ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു കാമുകൻ എന്നതിലുപരി ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ വരുന്ന ചിത്രങ്ങളാണ് അടുത്ത ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ചിത്രങ്ങൾ, കുറേ ചിത്രങ്ങൾക്കുണ്ടായ വിജയം അത് ഒരു ക്ലീഷയായിട്ട് മാറുന്നിടം വരെ എത്തി. അങ്ങനെ അന്നത്തെ പ്രസിദ്ധമായൊരു ചൊല്ല് ഉണ്ടായത് മമ്മൂട്ടിയും ഒരു കാറും ബേബിശാലിനിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥ ഈ ഇത്തരം സിനിമകൾക്കുണ്ടായി, മമ്മൂട്ടി ചിത്രങ്ങൾക്കുണ്ടായി. അത് സ്വാഭാവികമായും ഒരു വളർച്ച മുരടിച്ച അവസ്ഥ ഉണ്ടാക്കി. ആ സിനിമയ്ക്ക് മാത്രമല്ല മമ്മൂട്ടി എന്ന നടനും. അതാണ് മമ്മൂട്ടി എന്ന നടന്റെ 2ാം ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോഴേക്ക് അദ്ദേഹം മാതൃകകളിൽ നിന്നൊക്കെ മുക്തനായി കഴിഞ്ഞു. യാതൊരു അനുകരണവുമില്ല. മമ്മൂട്ടിയുടേതായ ഒരു ശൈലിയിലേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞു. പക്ഷെ എന്നാൽ ആഴമുള്ള ഒരു കഥാപാത്രങ്ങളല്ല, എല്ലാം സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള കഥാപാത്രങ്ങൾ, വളരെ നല്ല കഥാപാത്രങ്ങളാണ്. ലാലിനെ പോലെ ഒരു വില്ലത്തരം ഈ കഥാപാത്രങ്ങൾക്കില്ല. മാതൃകായോഗ്യനായ ഒരു പുരുഷൻ തന്നെയാണ്. ഒപ്പം ഒരു കുടുംബനാഥനാണ്. കുടുംബനാഥൻ എന്ന നിലയിലും ഒരു റോൾ മോഡലാണ്. അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യനായ സദ്ഗുണസമ്പന്നനായ ഒരു നായകൻ എന്ന നിലയ്ക്കാണ് ഈ അവസരത്തിൽ നമ്മൾ മമ്മൂട്ടിയെ കാണുന്നത്. എന്നാൽ ഇത്തരം റോളുകൾ വ്യത്യസ്തതയുള്ള റോളുകളല്ല, ഇതിൽ വൈവിധ്യമില്ല. അങ്ങനെ ഈ വൈവിധ്യമില്ലായ്മ മമ്മൂട്ടിയുടെ അഭിനയ രീതിക്കും ഒരു മരവിപ്പുണ്ടാക്കി. അങ്ങനെ ഈ ഒരു 2ാം ഘട്ടം പരിശോധിച്ചാൽ മമ്മൂട്ടി എന്ന നടൻ ഏറെയൊന്നും വളരുന്നില്ല എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു 2ാമത്തെ ഘട്ടത്തിൽ സ്റ്റീരിയോ ടൈപ്പുകളായി മാറുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ സംഭവിച്ചത് സ്വാഭാവികമായും ഈ നടനെയും അദ്ദേഹത്തിൻ്റെ സിനിമയും ഏതാണ്ട് പ്രേക്ഷകർ കൈയൊഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ വളരെ വിജയം നേടിയ ആ കുടുംബ ചിത്രങ്ങളുടെ മാതൃകയിൽ പിന്നീട് വന്ന പല ചിത്രങ്ങളും പരാജയപ്പെടാൻ തുടങ്ങിയതോടെയാണ് ഈ വിജയ ഫോർമുല അവിടെ അവസാനിക്കുന്നത്.